മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. സൂരജ് കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കൊപ്പം വരാൻ സൂര്യന് മനസ്സുണ്ടായല്ലോ. അതെ, പക്ഷേ ഈ വിഗ്രഹം എടുത്ത കള്ളന്മാർക്ക് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ നാട്ടിലെ കടകളിൽ വിൽക്കാൻ അവർ ശ്രമിക്കില്ല. അത് വിദേശത്ത് എവിടെയെങ്കിലും കയറ്റി അയക്കാനേ ശ്രമിക്കൂ. അത് ശരിയാ. എങ്കിലും നമ്മൾ ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. അതിൻ്റെ മൂല്യം അറിയാത്തവരോ വിദേശ ബന്ധങ്ങളില്ലാത്ത കള്ളന്മാരോ ആണ് എടുത്തതെങ്കിലോ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മൾ ശ്രമിക്കാതിരുന്നുകൊണ്ടാണ് അത് കിട്ടാതെ പോയതെന്ന് നാളെ വിഷമിക്കാൻ ഇടവരരുത്. ആ, അത് ശരിയാ. അതെ, ഞാനും നിങ്ങളോടൊപ്പം വരാം. നിങ്ങൾ ലൈവ് ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി. അതിനനുസരിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോളാം. ആ, ഞങ്ങൾ ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിൽക്കാം. മനോജ് അങ്ങോട്ടേക്ക് വന്നാൽ മതി. നിങ്ങളവിടെ എത്താറായോ? ഒരു 10 മിനിറ്റ്. ഓക്കെ, എങ്കിൽ ഞാൻ അവിടെ നിൽക്കാം. എനിക്കിവിടെ നിന്ന് ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. ശരി, അപ്പോൾ അവിടെ കാണാം. ശരി എന്നാ. മനോജ് നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന്. അങ്കിളിന് ലോക്കൽ കണക്ഷൻസ് നന്നായിട്ടുണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടും. ആ, മനോജ് ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തേക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ആ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ദൈവം തരുന്ന ശിക്ഷയാണിതൊക്കെ. ഭഗവാന് പ്രിയപ്പെട്ട കുട്ടിയാണ് മീരയെന്ന് സുഭദ്രേച്ചി നിന്നോട് പറഞ്ഞതാ. അതെങ്ങനെയാ? ഈശ്വരവിശ്വാസം ഇല്ലാത്ത നിന്റെ മനസ്സിൽ ആ വാക്കുകളൊന്നും കേറില്ലല്ലോ. ഇപ്പോഴെങ്കിലും നീ നിന്റെ തെറ്റ് മനസ്സിലാക്കണം ആദർശ്. ലിഫ്റ്റ് പൊട്ടി വീണതും മീരെ പിരിച്ചുവിട്ടതും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? മീര നിങ്ങൾ പറയുന്ന പോലെ ഭഗവാന് പ്രിയപ്പെട്ട കുട്ടിയാണെങ്കിൽ ഈ വിഗ്രഹം കാണാതായതും മീരയുടെ അമ്മയ്ക്ക് വയ്യാതായതുമെല്ലാം ഭഗവാൻ ചെയ്തതാണോ? എന്നെ ശിക്ഷിക്കാൻ ഭഗവാൻ എന്തിനാ ഒരാളെ ലിഫ്റ്റ് കയറ്റി താഴെ ഇടുന്നത്? ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞു തന്നെ സംഭവിക്കുന്നതാണ്. അതിനെല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ടാവും. നീ നിന്റെ രീതിയിൽ നിന്റെ അറിവ് മാത്രം വെച്ച് കാര്യങ്ങൾ വിലയിരുത്തിയാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ ഭഗവാന്റെ മായാലീലകൾ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല എന്ന് പറയുന്നത്. അതൊന്നും അല്ല കാരണം. ഏതോ ക്വാളിറ്റി ഇല്ലാത്ത എക്യുപ്മെന്റ്സ് വെച്ച് ആ ലിഫ്റ്റ് കമ്പനിക്കാരൻ നമ്മളെ പറ്റിച്ചു. അല്ലെങ്കിൽ അശ്രദ്ധയോടെ അവരുടെ ടെക്നീഷ്യന്മാർ ജോലി ചെയ്തു. ഇതിലേതാണ് സംഭവിച്ചെങ്കിലും പേര് പോകുന്നതും സാരമായി ബാധിക്കുന്നതും നമ്മളെയാണ്. ആ കമ്പനിയുടെ നമ്മുടെ പ്രോജക്റ്റുകളിലുള്ള എല്ലാ ലിഫ്റ്റുകളും ചെക്ക് ചെയ്യണം. അതിലേതെങ്കിലും കംപ്ലൈന്റ് കണ്ടുപിടിച്ചാൽ ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം. വർഷങ്ങളായി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനിയാ അത്. ഇത്രയും നാളുകൾക്കിടയിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ കമ്പനി മോശമാകുന്നേ? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും എല്ലായിടത്തും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യത്തിൽ തർക്കിക്കാം. എങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? മീരയെ ജോലി തിരിച്ചെടുക്കണം. നീ എന്താ ഒന്നും പറയാത്തേ? മീരെ ഞാൻ പിരിച്ചുവിട്ടതാ. ഇനി തിരിച്ചെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് പറ്റില്ല. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മീരയെ തിരിച്ചെടുത്താലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂ. അല്ലെങ്കിൽ ഇനി അനർത്ഥങ്ങൾ ഓരോന്നായി വന്നു വീഴുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നല്ല തീരുമാനമാണ് മാധവി. മീരയെ തിരിച്ചെടുക്കണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. എല്ലാവർക്കും അതേ അഭിപ്രായമാണെങ്കിൽ അമ്മ തന്നെ മീരയോട് സംസാരിച്ച് തിരികെ കൊണ്ടുവന്നോളൂ.
ഞാനായിട്ട് വിളിക്കാനോ മെയിൽ അയക്കാനോ ഇല്ല. വിഗ്രഹം കാണാതെ പോയതില് സൂരജിന് വലിയ വിഷമായിരുന്നു. പോലീസ് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചു തരുമെന്നാ അവൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ലല്ലോ. അതാ അവനും വിഗ്രഹം തേടി ഇറങ്ങാമെന്ന് തീരുമാനിച്ചത്. എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും വിഗ്രഹം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ മാം. ആ മീര, ഞാൻ കഴിഞ്ഞ ദിവസം വിളിക്കണമെന്ന് കരുതിയതാ. എങ്ങനെ മീരയോട് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോ ഒരു വല്ലായ്മ തോന്നി. അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. മാമിനെ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാലോ. അതല്ല മീര, ഞാൻ മീരയെ കണ്ട് തിരിച്ചെത്തും മുമ്പേ ആദർശ് ടെർമിനേഷൻ ലെറ്റർ അയച്ചിരുന്നു. എന്റെ അറിവോ സമ്മതവും ഇല്ലാതാണ് അവൻ അങ്ങനെ ചെയ്തത്. അതൊന്നും സാരമില്ല മാഡം. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ സാറ് ചെയ്തത് ശരിയാ. പക്ഷേ എന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടും എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ ലീവ് എടുത്തത്. അതൊന്നും ആദർശ് മനസ്സിലാക്കാതെയാ എടുത്തു ചാടി അങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അത് സാരമില്ല മാം. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഞാൻ മാനസികമായും അതിനോട് പൊരുത്തപ്പെട്ടു. പക്ഷേ വിഗ്രഹം തിരികെ കിട്ടാത്തത് എനിക്കിപ്പോഴും സഹിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ വിഗ്രഹം തിരിച്ചു കിട്ടണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാം. ശരി മാഡം. ആ, ഇടയ്ക്ക് ഞാൻ മീരെ വന്ന് കണ്ടോളാം. ശരി. ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ അന്വേഷിക്കുന്ന പോലത്തെ കടകളൊന്നുമില്ല. മനോജ് പറഞ്ഞതുപോലെ തന്നെ അവർ ചെറിയ കള്ളന്മാരൊന്നുമല്ല. വിഗ്രഹത്തിന്റെ മൂല്യം ശരിക്കും അറിഞ്ഞു തന്നെ അവർ മോഷ്ടിച്ചത്. ആ സംശയം എനിക്ക് ആദ്യം മുതലേ ഉണ്ട്. അങ്കിള് പറഞ്ഞത് ശരിയാ. അതെനിക്കും അറിയായിരുന്നു. എങ്കിലും നമ്മൾ അന്വേഷിക്കായിരുന്നോണ്ട് കാര്യമില്ല. നമ്മളൊന്നും തിരക്കി ഇറങ്ങാതെ ഒരു ഇൻഫർമേഷനും നമ്മളുടെ അടുത്തേക്ക് വരില്ല. ഇറങ്ങി തിരക്കി നടക്കുമ്പോൾ പലരും പലതും പറഞ്ഞ് നമ്മളറിയും. അങ്ങനെ കറക്റ്റ് റൂട്ടിൽ എത്തിപ്പെട്ട അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തും. കൊള്ളാലോ. സൂരജിന് ഇത്രയും ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നോ? വേറെ പല ഐഡിയ ഉണ്ട്. സമയം വരുമ്പോ പറയാം. അല്ല, ഈ ഭാഗത്തിനെ അന്വേഷിക്കാൻ കടകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിനി എന്ത് ചെയ്യും? വിഗ്രഹം ചിലപ്പോൾ അവര് വിദേശത്തേക്ക് കടത്താനും സാധ്യതയുണ്ട്. എടുത്തത് കള്ളന്മാരാണെങ്കിൽ വിലപേശലും വിൽക്കലും പണം കൈമാറലൊക്കെ ആയിട്ട് കുറെ പ്രോസസ് ഉണ്ടല്ലോ. അതിന്റെ ഒരു സമയം എടുക്കില്ലേ? നമ്മളിപ്പോഴേ പ്രതീക്ഷ കളയേണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ആന്റിക് ഐറ്റംസ് ഡീൽ ചെയ്യുന്ന ഒരുപാട് ഏജന്റുമാരുണ്ട്. അവരെ ആരെങ്കിലും കണ്ട് നമുക്ക് വിദേശത്ത് കൊണ്ടുപോകാൻ ഒരു വിഗ്രഹം വേണമെന്ന് പറയാം. ഒരാളെ കിട്ടിയാൽ അവരെല്ലാവരെയും കണക്ട് ചെയ്യും. നമ്മുടെ വിഗ്രഹം ആരെങ്കിലും ഏതെങ്കിലും ഏജന്റ് വഴി വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിലൂടെ നമുക്ക് അറിയാനും സാധിക്കുമല്ലോ. അത് വർക്കൗട്ട് ആവാൻ ബുദ്ധിമുട്ടാണ് സൂരജ്. വിഗ്രഹം കടത്തുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായി ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഉടനെ ഒന്നും ആരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരില്ല. അതും ശരിയാണ്. എന്നാലും ഏതെങ്കിലും ഏജന്റിന് കുറച്ച് കാശ് കൊടുത്തിട്ടാണെങ്കിലും അന്വേഷിക്കാൻ പറയാം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്നാ കാശ് കൊടുക്കാമെന്ന് പറയാം. കോൾ എടുക്കുന്നില്ലേ? ഹലോ മനു. ആ സൂരജ്, നീ എവിടെയാ? ഞാൻ ഹരിയച്ചന്റെയും മനോജങ്ങളുടെയും കൂടെ വീട്ടിൽ നിന്ന് മോഷണം പോയ വിഗ്രഹം തേടിയുള്ള ഒരു അന്വേഷണത്തില്. ആ അത് കൊള്ളാം. ഞാനും നിന്റെ മുത്തശ്ശനും കൂടെ ടെൻഷൻ അടിച്ച് കിളി പോയിരിക്കുക. അതെന്താ? എടാ ദാസേട്ടൻ വിളിച്ചിരുന്നു. ഉടനെ വിഗ്രഹം കൊടുക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. ആണോ? ആ, നീ ഇതിനിടയിൽ എന്തിനാ സി.ഐ.ഡി കളിക്കാൻ പോയത്? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി എന്ത് ചെയ്യും?
എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിഗ്രഹം നമ്മൾ പെട്ടെന്ന് കണ്ടെത്തണം, അല്ലാതെ വഴിയില്ലല്ലോ. ഐ മീൻ, അത് അന്വേഷിച്ചിറങ്ങാതെ വേറെ വഴിയില്ലല്ലോ. ശരി, നീ എന്തെങ്കിലും കാണിക്കും. അവർ പോയി കഴിഞ്ഞ ഉടനെ ഇങ്ങ് എത്തണം. ശരി. ആ പിന്നെ നിനക്ക് ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന ഏജന്റുമാരെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരണേ. ആ അറിയാം, സത്യദാസൻ എന്ന് പറഞ്ഞ ഒരാളറിയാം. അയാൾ ഒന്നുകൂടെ കണക്ട് ചെയ്ത് തരട്ടെ. ആ ശരി ശരി, ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ. ഓക്കേടാ. എന്താ? അവൻ ഹരിയച്ഛൻ്റെ ഏതോ അങ്കിളിൻ്റെയും കൂടെ വിഗ്രഹം തപ്പി നടക്കുക. അത് നല്ലതാ. സൂര്യനെ സംശയിക്കാതിരിക്കും. പിന്നെ വിഗ്രഹം കിട്ടിയാൽ അതിന്റെ കാര്യങ്ങൾ നമുക്കറിയാനും പെട്ടെന്ന് അടിച്ചു മാറ്റാനും പറ്റും. എനിക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. അഡ്വാൻസ് വാങ്ങിയിട്ട് വിഗ്രഹം കൊടുത്തില്ലെങ്കിലേ നമ്മളെ ശരിയാക്കുമെന്ന് ദാസേട്ടൻ ആദ്യമേ പറഞ്ഞതാ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലും വിറയ്ക്കുന്നു മുത്തശ്ശൻ. ഹരി, എന്നെ ബീച്ച് റോഡിലേക്ക് തിരിയുന്നതിന്റെ അവിടെ ഇറക്കിയാൽ മതി. വണ്ടി അവിടെയല്ലേ ഇട്ടിരിക്കുന്നത്? വെറുതെ 2 വണ്ടി ഓടേണ്ട ആവശ്യമില്ലല്ലോ. അതാ മനോജനോട് വണ്ടി അവിടെ ഇടാൻ പറഞ്ഞത്. എന്നാ പോവാം. പൊല്യൂഷൻ എക്സ്പയർ ആയി നോക്ക്. എല്ലാം ശരിയല്ലേ? ആ സർ. വിട്ടതേ. സ്പീഡ് കുറച്ചൊക്കെ പോണം. ശരി സാർ. ഗ്ലാസ്സാക്ക്. എന്താ സാർ? ബുക്കും പേപ്പറും CI പോയി കാണാം. അത് ഞാൻ ചെയ്തേക്കാം സാർ. ഓക്കെ സാർ. സാർ നിങ്ങളായിരുന്നോ? ഇതെവിടെ പോയിട്ട് വരിക? ഞങ്ങള് ആന്റിക് ഷോപ്പുകൾ വഴി വെറുതെ ഒന്ന് കറങ്ങി നോക്കിയതാ. അത് കൊള്ളാമല്ലോ. വിഗ്രഹം അന്വേഷിച്ചു പോയതാ. അത് പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉപകാരം ആവുമല്ലോ എന്ന് കരുതി വെറുതെ ഒന്ന് നോക്കിയതാ. ഞങ്ങളെ ജോലി ഇല്ലാതാക്കോ? എല്ലാവരും കൂടെ സ്വയം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാലേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പൂട്ടി പോവല്ലോ അനിയന്മാരെ. എടോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ കവർച്ച അല്ല നിങ്ങളെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ആ വിഗ്രഹത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ആരോ ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അത് തിരിച്ചിട്ടാൽ നിങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ച് അന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പിന്നെയാണ് വെറുതെ കടയിൽ പോയി ചോദിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് സാർ. അല്ലാതെ അത് സീരിയസ് ആയിട്ടുള്ള അന്വേഷണമൊന്നുമല്ല. അത് സീരിയസ് ആവുന്നതേ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും. നിങ്ങളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഒരാള് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്ത് വിഗ്രഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വല്ല പ്രശ്നത്തിലും കൊണ്ട് ചാടിച്ചാലേ പിന്നെ ഞങ്ങൾ അതിന്റെ പുറകെ വരേണ്ടി വരും. ഹരി, ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലിയുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ അന്വേഷണത്തിൽ ഇറങ്ങി ഞങ്ങളെ ജോലി കൂട്ടരുത് പ്ലീസ്. വയ്ക്കോ സാർ. ബുക്ക് വേണ്ട, വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. ഓരോരുത്തർ ഓരോ വണ്ടി എടുത്തുണ്ട് ഷെർലക് ഹോംസ് കളിക്ക് ഇറങ്ങിക്കുക. മോളെ, അച്ഛൻ കിടന്നില്ലേ? ഇല്ല. ഞാനും സൂരജും കൂടെ അന്വേഷിച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ മോളുടെ മുഖം മാറിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മോളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങുന്നത്? ഉള്ളിലെ സങ്കടം മുഴുവൻ മറച്ചുവെച്ച് എന്നെ സമാധാനിപ്പിക്കാനാ മോള് പലതും പറയുന്നതെന്ന്
എനിക്കറിയാം. എത്രയൊക്കെ ഒളിപ്പിക്കാൻ നോക്കിയാലും അതെനിക്ക് മനസ്സിലാവും മോളെ. ഏയ്, എന്താ മോളെ നീ കൊച്ചുകുട്ടികളെ പോലെ? എനിക്കറിയില്ല അച്ഛ, ആ വിഗ്രഹം എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അച്ഛനറിയാലോ. അതെനിക്ക് നഷ്ടമായെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. മോളെ, നഷ്ടമായെന്ന് വിശ്വസിക്കണ്ട, തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്ക. നമ്മളെ കൊണ്ടാവും വിധമെല്ലാം നമ്മൾ ശ്രമിക്കുന്നില്ലേ? ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും മോളെ. ഒരുപക്ഷെ അതിന് കുറച്ച് കാലതാമസം എടുത്തേക്കും, എന്നാലും അത് തിരിച്ചു കിട്ടും. തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും അത് നഷ്ടപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നില്ലേ? അതുപോലെ ഇനിയും സംഭവിക്കും. പക്ഷേ അതിന്റെ പേരിൽ എന്റെ മോൾ ഇങ്ങനെ തകർന്നിരിക്കരുത്. ശ്രമിക്കാഞ്ഞിട്ടല്ല അച്ഛ, മറ്റെല്ലാവർക്കും അത് തറവാട്ട് ക്ഷേത്രത്തിലെ വിഗ്രഹവും കുടുംബദേവതയൊക്കെയാ. പക്ഷെ എനിക്കതിനൊക്കെ അപ്പുറം എന്റെ അമ്മയുടെ സ്ഥാനം കൂടി ആ വിഗ്രഹത്തിനുണ്ട്. അന്ന് ബലിയിടാൻ ആ കടൽ തീരത്ത് നിൽക്കുമ്പോ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴാ ആ വിഗ്രഹം തെളിഞ്ഞു വന്നത്. മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയായി അമ്മ കൂടേണ്ടെന്നുള്ള ധൈര്യമായിട്ട് ആ വിഗ്രഹം ഇത്ര നാളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അച്ഛനറിയാം മോളെ, മോൾ എത്രമാത്രം ആ വിഗ്രഹത്തോട് മനസ്സുകൊണ്ട് അടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ നഷ്ടപ്പെട്ടത് തന്നെയാ. ഇനി അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അതിനെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മായ നമ്മളെ വിട്ടുപോയപ്പോ നമ്മളത് സഹിച്ചില്ലേ? അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിച്ചില്ലേ? ഈ ലോകത്ത് നമ്മൾ നേടുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നതാണെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ? അറിവുകളൊന്നും മനസ്സിന് പലപ്പോഴും മനസ്സിലാവില്ല അച്ഛാ. ഞാൻ എന്റെ അമ്മയുടെ സാമീപ്യം ആ വിഗ്രഹത്തിലൂടെ അറിഞ്ഞിരുന്നത്. ഞാൻ തളർന്ന ഓരോ സമയത്തും എനിക്ക് ധൈര്യം തന്ന എന്നെ മുന്നോട്ട് നയിച്ചത് എന്റെ ആ കൃഷ്ണനാ. ഭഗവാൻ എന്റെ അമ്മ തന്നെയാണെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. പെട്ടെന്ന് ആ കരുതലും സ്നേഹവും നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഓരോ നിമിഷവും അത് തിരിച്ചു കിട്ടുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ കഴിയുന്നത്. ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ ഒതുക്കി വെച്ച സങ്കടം എല്ലാം ഇറച്ചു കയറി ഇങ്ങലായി വരും. എത്ര ശ്രമിച്ചാലും അതടക്കാൻ കഴിയില്ല. എന്റെ മോളിങ്ങനെ വേദനിക്കുന്നത് അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനെ കൊണ്ടാവുന്നതൊക്കെ അച്ഛൻ ചെയ്യുന്നില്ലേ മോളെ? ഉണ്ടച്ഛാ, ലോകത്താരേക്കാളും അധികമായി അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ. പക്ഷെ മോള് വിഷമിക്കരുത്. ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളെയും അതിജീവിച്ചവളാ എന്റെ മോള്. ഈ പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഭഗവാൻ മോൾക്ക് തരും. അത് മാത്രമല്ല, ഇത്രയും നാള് മോളുടെ കൂടെ ഉണ്ടായിരുന്ന ഭഗവാന്റെ വിഗ്രഹം ഒരിക്കലും ഇളകാത്ത നിലയിൽ മോളുടെ ഉള്ളിൽ ഉറച്ചിട്ടില്ലേ? അതെടുത്ത് മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. മോളെ, മാനസ പൂജയാണ് ഏറ്റവും വലിയ പൂജയെന്ന് മോള് വായിച്ചതായി എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാനാകും ഭഗവാൻ ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത്. മോൾക്ക് വേണ്ടിയാ മോളെ അച്ഛൻ ജീവിച്ചത്, പലതും ചെയ്തത്.
പക്ഷേ അതൊക്കെ എത്രമാത്രം മോൾക്ക് പ്രയോജനമായി എന്ന് അച്ഛനറിയില്ല. ഏത് രൂപത്തിലായാലും മോളുടെ അമ്മയുടെ സ്നേഹവും കരുതലും എന്നും മോൾക്കൊപ്പം ഉണ്ട്. അങ്ങനെ അച്ഛൻ വിശ്വസിക്കുന്നത്. മോളുടെ സങ്കടം കണ്ടു നിൽക്കാൻ അച്ഛന് സാധിക്കാത്ത പോലെ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് എല്ലാം അറിയുന്ന എന്റെ മായയ്ക്കും മോളുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. മോള് വിഷമിക്കാതെ നന്നായിട്ട് പ്രാർത്ഥിക്ക്. മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും.